നമസ്കാരം. അമൃത ഭാരതത്തിന്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ കേന്ദ്രമന്ത്രിസഭായോഗം സുപ്രധാന തീരുമാനങ്ങളാണ് കൈക്കൊണ്ടത്. ഹരിതോർജ്ജ മേഖലയിലും കോവിഡുമായി ബന്ധപ്പെട്ട കടാശ്വാസ പദ്ധതിയും ഉൾപ്പെടുന്നതായിരുന്നു അവ. സാമ്പത്തിക കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭാ സമിതി ഇന്ത്യൻ പുനരുപയോഗ ഊർജ്ജ വികസന ഏജൻസി ലിമിറ്റഡ് അഥവാ IREDAയ്ക്ക് 1,500 കോടി രൂപയുടെ ധനസഹായം നൽകാനാണ് തീരുമാനിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സാമ്പത്തിക കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭാ സമിതി ഇന്ത്യൻ പുനരുപയോഗ ഊർജ്ജ വികസന ഏജൻസി ലിമിറ്റഡിന് അഥവാ IREDAയ്ക്ക് 1,500 കോടി രൂപയുടെ ധനസഹായം നൽകുന്നതിന് അംഗീകാരം നൽകി. पिछले 6 वर्षों में इरडा ने इसका पोर्टफोलियो 8,000 करोड़ से बढ़कर 8,800 करोड़ से बढ़कर 28,000 करोड़ पे हो गया है. लेकिन RBI के नियमों के अनुसार आपकी जो नेट वर्थ है उसका 20% ही आप लोन के रूप में दे सकते हैं. तो इरडा की नेट वर्थ है 3,000 करोड़. वो 600 करोड़ तक का ही इसमें ऋण देने की सीमा सिंगल बोरोर के लिए उसकी है. जब इसको बढ़ाकर इसमें आज निर्णय लिया गया कि 1,500 करोड़ रुपए का इक्विटी इन्फ्यूजन इंडियन रिन्यूएबल एनर्जी डेवलपमेंट एजेंसी लिमिटेड में किया जाएगा. ഈ ധനസഹായം പ്രതിവർഷം 10,200 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും 7.49 മില്യൺ ടൺ കാർബൺ ഡൈ ഓക്സൈഡിന് തുല്യമായ അളവിൽ CO2 ബഹിർഗമനം കുറയ്ക്കാനും സഹായിക്കും. കേന്ദ്ര ഗവൺമെന്റ് ഓഹരി ഇനമായി അനുവദിക്കുന്ന 1,500 കോടി രൂപ IREDAയുടെ മാത്രമല്ല മുഴുവൻ ഹരിതോർജ്ജ മേഖലയ്ക്കും പുതിയൊരു കുതിപ്പിന് വഴിതെളിക്കും. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ ഏകദേശം 12,000 കോടി രൂപ കടം കൊടുക്കുന്നതിന് പുതിയ തീരുമാനം സഹായിക്കും. ഏകദേശം 3,500-4,000 മെഗാവാട്ടിന്റെ അധിക ശേഷിക്കായുള്ള പുനരുപയോഗ ഊർജ്ജ മേഖലയുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റും. अतिरिक्त इक्विटी के आने से रिन्यूएबल एनर्जी के सेक्टर में इरडा अब लगभग 12,000 करोड़ रुपए तक की लैंडिंग कर सकेगा, जिसमें लगभग 3,500 से 4,000 मेगावाट रिन्यूएबल एनर्जी की क्षमता के सृजन के लिए फाइनेंसिंग का प्रबंध हो जाएगा. IREDAയുടെ അറ്റവരുമാനം ഈ നടപടി മൂലം മെച്ചപ്പെടും. അതുവഴി അധികമായി പുനരുപയോഗ ഊർജ്ജ മേഖലയെ സാമ്പത്തികമായി മെച്ചപ്പെടുത്തുകയും ഹരിതോർജ്ജത്തെ സംബന്ധിച്ച കേന്ദ്ര ഗവൺമെന്റിന്റെ ലക്ഷ്യം നിറവേറ്റുന്നതിലേക്ക് നയിക്കുകയും ചെയ്യും. നിലവിൽ ഹരിതോർജ്ജ മേഖലയിൽ കൂടുതലായി ശക്തമായി ഇടപെടാൻ, അതായത് കടം കൊടുക്കാനും വാങ്ങാനുമുള്ള പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനായി IREDAയുടെ മൂലധന അപായ സാധ്യത ആസ്തി അനുപാതം അഥവാ CRAAR വർദ്ധിപ്പിക്കും. പുനരുപയോഗ ഊർജ്ജ മേഖലയ്ക്കായുള്ള സവിശേഷ ബാങ്കിതര ധനസഹായ സ്ഥാപനമായി 1987 സ്ഥാപിക്കപ്പെട്ട IREDA MNREയുടെ അധികാര പരിധിയിലുള്ള ഒരു മിനി രത്ന കാറ്റഗറി 1 കമ്പനിയാണ്. സാങ്കേതിക വാണിജ്യ കാര്യങ്ങളിൽ വൈദഗ്ധ്യമുള്ള 34 വർഷത്തിലധികം പ്രവർത്തന പരിചയമുള്ള IREDA ബാങ്ക്, FL എന്നിവയ്ക്ക് പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് വായ്പകൾ നൽകാനും മറ്റും ആത്മവിശ്വാസമേകുന്നു. സഫായി കർമ്മചാരികൾക്കുള്ള ദേശീയ കമ്മീഷന്റെ കാലാവധി 3 വർഷത്തേക്ക് നീട്ടുന്നതിനുള്ള കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരവും ഈ ആഴ്ച വന്നു. ഇതുമൂലമുണ്ടാകുന്ന അധിക ചെലവ് ഏകദേശം 43.68 കോടി രൂപയായിരിക്കും. സഫായി കർമ്മചാരികളും കൈകൾ കൊണ്ട് തോട്ടിപ്പണികൾ ചെയ്യുന്നവരുമായി കണ്ടെത്തിയവരുമായിരിക്കും ഇതിന്റെ പ്രധാന ഗുണഭോക്താക്കൾ. MS നിയമ സർവേ പ്രകാരം 2021 ഡിസംബർ 31 വരെ കണ്ടെത്തിയ തോട്ടിപ്പണിക്കാരുടെ എണ്ണം 58,098 ആണ്. സഫായി കർമ്മചാരികളുടെ ഉന്നമനത്തിനായി ഗവൺമെന്റ് നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും സാമൂഹിക, സാമ്പത്തിക, വിദ്യാഭ്യാസ രംഗങ്ങളിൽ അവർ അനുഭവിക്കുന്ന അവശതകൾ ഇപ്പോഴും ഇല്ലാതായിട്ടില്ല. കൈകൊണ്ടുള്ള തോട്ടിപ്പണി ഏറെക്കുറെ ഇല്ലാതാക്കിയെങ്കിലും ഇടയ്ക്കിടെ അത് സംഭവിക്കാറുണ്ട്. മലിനജലം, സെപ്റ്റിക് ടാങ്കുകൾ അപകടകരമായ രീതിയിൽ ശുചീകരിക്കുന്നത് ഗവൺമെന്റിന്റെ ഏറ്റവും ഉയർന്ന മുൻഗണനാ മേഖലയായി ഇപ്പോഴും തുടരുന്നു. അതിനാൽ സഫായി കർമ്മചാരികളുടെ ക്ഷേമത്തിനായുള്ള ഗവൺമെന്റിന്റെ വിവിധ ഇടപെടലുകളും സംരംഭങ്ങളും നിരീക്ഷിക്കേണ്ടതും രാജ്യത്തിന്റെ മലിനജല, സെപ്റ്റിക് ടാങ്കുകളുടെ സമ്പൂർണ്ണ യന്ത്രവൽക്കരണവും കൈകൊണ്ടുള്ള തോട്ടിപ്പണിക്കാരുടെ പുനരധിവാസവും എന്ന ലക്ഷ്യം കൈവരിക്കേണ്ടതും തുടർച്ചയായ ആവശ്യമാണെന്ന് ഗവൺമെന്റ് കരുതുന്നു. ഇത്തരം ക്ഷേമ പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കാൻ കമ്മീഷന് കഴിയുന്നു. ക്ഷേമ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും എല്ലാവർക്കും ഗുണഫലം എത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കാനും കമ്മീഷന് കഴിയുന്നു. നിയമത്തിന്റെ കീഴിലെ വിവിധ പരാതികൾ സ്വീകരിച്ച് അന്വേഷണം നടത്താൻ മാത്രമല്ല
നിയമപ്രകാരമുള്ള പുനരധിവാസം ഉറപ്പാക്കാനും കമ്മീഷന് അധികാരമുണ്ട്. ബാങ്കിംഗ് മേഖലയിൽ ജനങ്ങൾക്ക് സാമ്പത്തിക ആശ്വാസമേകുന്ന മറ്റൊരു തീരുമാനവും പുറത്തുവന്നു. 2020 കോവിഡ് പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ സാമ്പത്തികമായി ഞെരുക്കമനുഭവിച്ച ആളുകൾക്ക് ബാങ്ക് വായ്പകളുടെ പലിശ ഭാരത്തിൽ ഇളവ് വരുത്തിയ ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ അന്ന് കൊണ്ടുവന്നിരുന്നു. 2 കോടിക്ക് താഴെയുള്ള MSME വായ്പകൾ, വിദ്യാഭ്യാസ വായ്പ, ഭവന വായ്പ, ഉപഭോഗ വസ്തുക്കൾക്കുള്ള വായ്പ, ക്രെഡിറ്റ് കാർഡ് കുടിശ്ശികകൾ, വാഹന വായ്പ, പ്രൊഫഷണലുകളുടെ വ്യക്തിഗത വായ്പകൾ, ഉപഭോഗ വായ്പകൾ എന്നിങ്ങനെ 8 വായ്പാ വിഭാഗങ്ങൾക്ക് 2020 മാർച്ച് 1 മുതൽ ഓഗസ്റ്റ് 31 വരെ കൂട്ടുപലിശയുടെ സ്ഥാനത്ത് ക്രമപലിശ മാത്രം അടച്ചാൽ മതിയെന്നായിരുന്നു ആ പദ്ധതി. കൂട്ടുപലിശയുടെയും ക്രമപലിശയുടെയും വ്യത്യാസം പദ്ധതി പ്രകാരം കേന്ദ്രം ബജറ്റിൽ വകയിരുത്തി. 5500 കോടി രൂപ ഈ പദ്ധതിയുടെ നടത്തിപ്പിന്റെ ചുമതല വഹിക്കുന്ന സ്റ്റേറ്റ് ബാങ്കിന് നൽകിയിരുന്നു. എന്നാൽ വായ്പ നൽകിയ വിവിധ സ്ഥാപനങ്ങൾ ഒടുവിലായി നൽകിയ ക്ലെയിം കണക്കുകൾ പൂർത്തിയാക്കാൻ അധികമായി 973.74 കോടി രൂപ നൽകുവാനായി ഈ ആഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. രാജ്യത്തെ ജില്ലകളുടെ വികസനത്തിന് കേന്ദ്ര ഗവൺമെന്റ് എത്രത്തോളം പ്രാധാന്യമാണ് നൽകുന്നത് എന്നതിന്റെ തെളിവാണ് ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പദ്ധതി. വലിയ പ്രാധാന്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയത്തിന് നൽകിയിരിക്കുന്നത്. പദ്ധതി വിജയകരമായി പൂർത്തീകരിച്ച പല ജില്ലകളിലെയും ഭീതിയുടെ കരിനിഴലിലായിരുന്ന ജീവിതങ്ങളെ പ്രത്യാശയിലേക്ക് മടക്കിക്കൊണ്ടുവന്നിരിക്കുകയാണ് ഭാരതം. देश ने इन पीछे रह गए जिलों की हैंड होल्डिंग पर विशेष ध्यान दिया. आज एस्पिरेशनल डिस्ट्रिक्ट्स देश के आगे बढ़ने के अवरोध को समाप्त कर रहे हैं. आप सबके प्रयासों से एस्पिरेशनल डिस्ट्रिक्ट्स आज गतिरोधक के बजाय गतिवर्धक बन रहे हैं. ശോഭനമായ ഭാവി സ്വപ്നം കാണുന്നത് നിർത്തിയവരുടെ ജീവിതത്തിൽ പുതിയ പ്രതീക്ഷ പകരാനാണ് കേന്ദ്ര സർക്കാർ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പദ്ധതി കൊണ്ടുവന്നത്. എല്ലാവരുടെയും വികസനം മനസ്സിൽ വെച്ചുകൊണ്ട് ഇത്തരം ജില്ലകളുടെ തിരിച്ചറിയൽ മുതൽ ജില്ലകളുടെ മൊത്തത്തിലുള്ള വികസനം വരെ ഇന്ന് ആസ്പിറേഷണൽ ജില്ലകളുടെ വികസനത്തിന്റെ പുതിയ കഥയാണ് എഴുതപ്പെടുന്നത്. അതിവേഗം വളരുന്ന പ്രദേശങ്ങൾ അവിടങ്ങളിൽ രൂപപ്പെടുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ എത്തിയതു മുതൽ പല ജില്ലകളിലെയും നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാൻ തുടങ്ങി. ഒരു പ്രദേശത്തിന്റെ പിന്നാക്കാവസ്ഥ എപ്രകാരമാണ് അതിന്റെ വികസന സാധ്യതകൾ കൊട്ടിയടയ്ക്കുന്നത് എന്ന് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. കുടിവെള്ളമോ ജലസേചനമോ കൃത്യമായി ലഭിക്കാതെ വലഞ്ഞ കച്ച് പ്രദേശത്തുള്ളവരുടെ ദുരിതങ്ങൾ അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നു. വൈദ്യുതി കടന്നുവരാത്ത ഗ്രാമങ്ങളിലെ ദുരിത ജീവിതങ്ങളിൽ എങ്ങനെയാണ് സ്വപ്നങ്ങൾ കെട്ടുപോകുന്നതെന്ന് ഗ്രാമാന്തരങ്ങളിൽ കൃഷിമേളകൾ സംഘടിപ്പിച്ച് യാത്ര ചെയ്യുന്ന കാലത്ത് അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും പിന്നീട് 2 തവണയും പ്രധാനമന്ത്രി പദത്തിൽ എത്തിയപ്പോഴും അദ്ദേഹം ജില്ലകൾക്കായി വിവിധ പദ്ധതികൾ വിഭാവനം ചെയ്തതും നടപ്പാക്കിയതും. തൊഴിലില്ലായ്മ, തരിശായ ഭൂമി, വെള്ളവും വൈദ്യുതിയുമില്ലാത്ത അവസ്ഥ, സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങളില്ലാതിരിക്കുക, ഇങ്ങനെയുള്ള വികസനത്തിലെ അസന്തുലിതാവസ്ഥകൾ ഇല്ലാതാക്കാൻ അദ്ദേഹം പ്രയത്നിച്ചു. 112 ജില്ലകളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിനായി തീവ്രയജ്ഞം ആരംഭിച്ചു. പുതിയ ഇന്ത്യയ്ക്കും സ്വാശ്രയ ഇന്ത്യയ്ക്കും വഴിയൊരുക്കാൻ ഒരു മാർഗരേഖ തയ്യാറാക്കി. പിന്നെ അത് UPയുടെ ചന്ദൌലിയായാലും ഗുജറാത്തിലെ ദഹോദയായാലും നർമ്മദയായാലും മഹാരാഷ്ട്രയിലെ ഗഡ്ചിരോലിയായാലും പ്രദേശങ്ങളുടെ വിധി മാറ്റിയെഴുതാൻ തുടങ്ങി. UPയിലെ ചന്ദൌലി പിന്നാക്ക ജില്ലകളിലൊന്നായിരുന്നു. 2 വർഷം മുമ്പ് മണിപ്പൂരിൽ നിന്ന് കറുത്ത അരി കൊണ്ടുവന്ന് അവിടെ കൃഷി ചെയ്യാനുള്ള ഒരു പരീക്ഷണം സർക്കാർ നടത്തി. വയലുകളിൽ കറുത്ത നെല്ലിന്റെ വിളവെടുപ്പ് തുടങ്ങി. അവിടെ തീർന്നില്ല ഈ പുതിയ യാത്ര. ചന്ദൌലിയുടെ വിധി മാത്രമല്ല, നിരവധി ഗ്രാമങ്ങളുടെയും കർഷകരുടെയും ലോകം തന്നെ മാറി. ആദ്യമായി 520 മെട്രിക് ടൺ കറുത്ത അരി ചന്ദൌലിയിൽ നിന്ന് സർക്കാർ കയറ്റുമതി ചെയ്തു. ചന്ദൌലിയിലെ ഗ്രാമങ്ങളിലെ വയലുകളിൽ ഇപ്പോൾ സ്വർണം വിളയുന്നു. നമ്മുടെ അരി പല വിദേശ രാജ്യങ്ങളിലെയും അടുക്കളകളിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ്. എത്തിപ്പെടാൻ റോഡുകളില്ലാതെ, ആശുപത്രികളില്ലാതെ, തൊഴിലില്ലാതെ പിന്നാക്കാവസ്ഥയിൽ പെട്ടുപോകുന്ന പ്രദേശങ്ങൾ ഇന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞു. മാത്രവുമല്ല, പല ഗ്രാമങ്ങളിലെയും ഗോത്ര ദളിത് സമൂഹങ്ങൾക്കിടയിലെ ജീവിത സൗകര്യങ്ങളുടെ അഭാവവും പരിഹരിക്കപ്പെട്ടു. വൻ മാറ്റമാണ് ഇവിടങ്ങളിൽ പ്രകടമായത്. മാതൃ മരണനിരക്കും ശിശുമരണനിരക്കും കുട്ടികളിലെ പോഷകാഹാരക്കുറവും പരിഹരിക്കപ്പെട്ടു. ചന്ദൌലി ഒറ്റപ്പെട്ട ഒരു പ്രതിഭാസമല്ല. മാറ്റങ്ങളുടെ ഈ മാറ്റൊലി അരുണാചൽ പ്രദേശിലെ നംസായ് ജില്ലയിലും കാണാം. വിദ്യാഭ്യാസത്തിലെ ഡിജിറ്റൽ വൽക്കരണത്തിലൂടെ അവിടെ ഉയർന്ന ഹമാര വിദ്യാലയ മോഡൽ ഇന്ന് എല്ലാവർക്കും പ്രചോദനം പകരുന്നു.
ഗുജറാത്തിലെ നർമ്മദ, പിന്നാക്ക ജില്ലകളുടെ പ്രശ്നങ്ങളുടെ പിടിയിലായിരുന്നു. പക്ഷേ വരണ്ടുണങ്ങിയ കച്ചിൽ വരെ വെള്ളമെത്തി. ടൂറിസത്തിലും വന ഉൽപ്പന്നങ്ങളിലും ആദായം വർദ്ധിച്ചു. ഇന്ന് കച്ചിൽ കൃഷി മാത്രമല്ല, കയറ്റുമതിയും നടക്കുന്നു. മഹാരാഷ്ട്രയിലെ ഗഡ്ചിരോളിയിൽ റോഡുകൾ നിർമ്മിക്കാൻ തുടങ്ങി. ഗ്രാമങ്ങളിൽ സർക്കാർ സംവിധാനങ്ങൾ എത്തിത്തുടങ്ങി. വികസനത്തിന്റെ ഒരു പുതിയ മാതൃക തയ്യാറായി. ഗ്രാമത്തിലെ സ്ത്രീകൾക്ക് മൈക്രോ ATMകൾ വന്നു. അങ്ങനെ ഭാരം കൂടാതെ അവിടെയും ജീവിതത്തിൽ ചിറകുകൾ മുളച്ചു. അസമിലെ ഗോൾപാറയിൽ സ്ത്രീകൾ തന്നെ നിർമ്മിച്ച സാധനങ്ങൾ വിൽക്കാൻ തദ്ദേശീയ വസ്തുക്കളുടെ ഓൺലൈൻ ഇ-കോമേഴ്സ് തുടങ്ങി. ഝാർഖണ്ഡിലെ റാഞ്ചിയിൽ പോഷൻ ആപ്പ് ഡിസൈൻ ചെയ്യുക മാത്രമല്ല, ഗ്രാമങ്ങളിലെ ജീവിതങ്ങൾ ഈ ഡിജിറ്റൽ വൽക്കരണം മാറുന്നതും കാണാൻ കഴിഞ്ഞു. പിന്നാക്ക ജില്ലകളിൽ ഉൾപ്പെട്ടിരുന്ന കുടിയേറ്റം കാരണം ഗ്രാമങ്ങൾ ശൂന്യമായിക്കൊണ്ടിരിക്കുന്ന ഗുജറാത്തിലെ ദഹോദ് ഇപ്പോൾ ഒരു മാതൃകയായി ഉയരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായി ഗുജറാത്തിലെ ഷിയാൽബെറ്റ് ദ്വീപിൽ വൈദ്യുതി എത്തി. കടലിനടിയിലൂടെ കേബിൾ വലിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ അതും സാധ്യമാക്കി. അങ്ങനെ ജില്ലകൾ വികസന കുതിപ്പിലാണ്. രാജ്യത്തെ ജില്ലകൾ കുതിക്കുമ്പോൾ അഭിനന്ദന പ്രവാഹമാണ് പദ്ധതിയെ തേടിയെത്തുന്നതും. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ഇന്ത്യ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാമിനെ പ്രാദേശിക വികസനത്തിന്റെ വളരെ വിജയകരമായ മാതൃകയായാണ് പ്രശംസിച്ചത്. ADPയുടെ യോജിച്ച ശ്രമങ്ങൾ കാരണം വിദൂര സ്ഥലങ്ങളിലുള്ളവയും അവഗണിക്കപ്പെട്ട ജില്ലകളും കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ മുമ്പത്തെക്കാളും കൂടുതൽ വളർച്ചയും വികസനവും അനുഭവിച്ചറിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നിരവധി പ്രതിസന്ധികൾക്കിടയിലും പിന്നാക്ക ജില്ലകളിൽ വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വളരെയധികം വിജയിച്ചു എന്നതിന്റെ തെളിവാണ് പുതിയ അഭിനന്ദനം. കാലാവസ്ഥയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ മാറ്റങ്ങളെ അതീവ ജാഗ്രതയോടെയാണ് രാജ്യങ്ങൾ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ 2070 നെറ്റ് സീറോ എന്ന ലക്ഷ്യം കൈവരിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തിരിക്കുകയാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ. ഉത്പാദനം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഹരിതോർജ്ജത്തിന്റെ പ്രസരണ അടിസ്ഥാന സൗകര്യങ്ങളും. ഈ ദിശയിലെ സുപ്രധാന കാൽവെപ്പായ ഹരിതോർജ്ജ ഇടനാഴി പദ്ധതിയുടെ 2ാം ഘട്ടത്തിനും രാജ്യം തുടക്കം കുറിച്ചു. കേരളം ഉൾപ്പെടെ 7 സംസ്ഥാനങ്ങളിൽ ഊർജ്ജ വിതരണ ശൃംഖല ശക്തിപ്പെടുത്താൻ 12,031.33 കോടി രൂപയുടെ പദ്ധതിക്കാണ് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത്. आज भारत इंस्टॉल्ड रिन्यूएबल एनर्जी कैपेसिटी में विश्व में 4थे नंबर पर है. बीते 7 वर्षों में भारत की नॉन फॉसिल फ्यूल एनर्जी में 25% से ज्यादा की वृद्धि हुई है और अब ये हमारे एनर्जी मिक्स का 40% पहुंच गया है. 2070 കാർബൺ പുറന്തള്ളൽ 0-ലെത്തിക്കാനും 2030 വൈദ്യുതി ആവശ്യകതയുടെ 50% പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് നിറവേറ്റാനും ലക്ഷ്യമിടുകയാണ് ഭാരതം. ഇന്ത്യയുടെ പ്രഖ്യാപനം കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ ആഗോള പോരാട്ടത്തിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഇന്ത്യ വളരെ കഠിനമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും എന്ന വെല്ലുവിളിയുടെ പശ്ചാത്തലത്തിൽ പല രാജ്യങ്ങളും ഇതുവരെ പിന്തുടർന്ന പല സമീപനങ്ങൾ ഒഴിവാക്കി പുതിയ മാതൃകകൾ തീർക്കുമ്പോൾ അവിടെ ഇന്ത്യ മുന്നണി പോരാളിയായി നിലകൊള്ളുകയാണ്. ഒപ്പം മറ്റ് വികസ്വര സമ്പദ് വ്യവസ്ഥകൾക്ക് ഒരു ബ്ലൂ പ്രിന്റ് നൽകാനും കഴിയുന്ന സാമ്പത്തിക വികസനത്തിന്റെ ഒരു പുതിയ മാതൃകയ്ക്ക് ഇന്ത്യ തുടക്കമിടുകയാണ്. 2050 നെറ്റ് സീറോ എന്ന ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ അതിന് ഇപ്പോൾ മുതൽ തന്നെ പ്രയത്നിച്ചു തുടങ്ങണം. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഉദ്വമനം കുറയ്ക്കാൻ മരങ്ങൾ നട്ടുപിടിപ്പിക്കണം. കൂടാതെ ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കണം. അതായത് വാഹനങ്ങളിലെ പെട്രോൾ, ഡീസൽ എന്നിവയുടെ ഉപയോഗം കുറച്ച് പ്രകൃതിദത്ത വാതകങ്ങളും സോളാർ പാനൽ ഉപയോഗിച്ച് നിർമ്മിച്ച വൈദ്യുതിയും ഉപയോഗിക്കണം. 2070 നെറ്റ് സീറോ എന്ന ലക്ഷ്യം നിറവേറ്റാൻ വൈദ്യുതി, ഗതാഗതം, നിർമ്മാണം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യക്ക് നവീകരണം ആവശ്യമാണ്. ഉദാഹരണത്തിന് 2030 ഇന്ത്യയുടെ വൈദ്യുതി ആവശ്യകത 2518 ബില്യൺ യൂണിറ്റ് ആണെങ്കിൽ രാജ്യത്തിന്റെ പുനരുപയോഗ ഊർജം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. നിലവിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത് 450 ജിഗാവാട്ടാണ്. കൂടാതെ കെട്ടിടങ്ങളിൽ നിന്നുണ്ടാകുന്ന താപനിലയിലും കുറവ് വരുത്താൻ രാജ്യം ശ്രദ്ധിക്കുകയാണ്. കാർബണിന്റെ തീവ്രത 45% കുറച്ചാൽ മാത്രമേ ലക്ഷ്യം നിറവേറ്റാൻ ഇന്ത്യക്ക് കഴിയൂ. അതിനായി സിമന്റ്, ഇരുമ്പ്, ഉരുക്ക്, ലോഹേതര ധാതുക്കൾ, രാസവസ്തുക്കൾ എന്നിവയുടെ ഉപയോഗത്തിൽ കുറവ് വരുത്തണം. കാലാവസ്ഥയെ സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ നേരത്തെ തന്നെ രാജ്യം ആരംഭിച്ചിരുന്നു. ഉജ്ജ്വല യോജന,
ക്ലീൻ ഇന്ത്യ മിഷൻ തുടങ്ങിയ പദ്ധതികൾ നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട് രാജ്യം. ഒപ്പം വരും തലമുറയ്ക്ക് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള അവബോധം വളർത്താൻ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഇക്കാര്യങ്ങൾ ഉൾപ്പെടുത്തുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടെ കേരളം, ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്, കർണാടക, രാജസ്ഥാൻ, തമിഴ്നാട്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ 20 ജിഗാവാട്ട് പുനരുപയോഗ ഊർജ്ജ വിതരണ പദ്ധതികൾ പ്രഖ്യാപിച്ച് രാജ്യം പുതിയ ചുവടുവയ്പിലേക്ക് കടക്കുകയാണ്. इंट्रा स्टेट ट्रांसमिशन सिस्टम ग्रीन एनर्जी कॉरिडोर, इसके लिए किया गया है. ग्रीन एनर्जी कॉरिडोर के फेज 2 को आज स्वीकृति मिली है. इस स्कीम पर लगभग 12,000 करोड़ रुपया खर्च होगा और इस स्कीम के माध्यम से 10,750 सर्किट किलोमीटर ट्रांसमिशन लाइन का निर्माण होगा और लगभग 20 गीगावाट रिन्यूएबल पावर का इवैक्यूएशन किया जाएगा. फेज 2 के अंतर्गत 7 राज्यों में, जो कि गुजरात, हिमाचल प्रदेश, कर्नाटक, केरल, उत्तर प्रदेश, तमिलनाडु, राजस्थान, यहाँ पर 10,750 किलोमीटर सर्किट किलोमीटर ट्रांसमिशन लाइन का निर्माण होगा. പദ്ധതി ചെലവിന്റെ 33%, അതായത് 3,970.34 കോടി രൂപ കേന്ദ്രം വഹിക്കും. 2025 മുതൽ 2026 വരെയാണ് പദ്ധതിയുടെ കാലാവധി. പ്രസാരണ സംവിധാനവും സബ് സ്റ്റേഷനുകളുടെ ശേഷിയും വർദ്ധിപ്പിക്കും. 2030-ൽ 450 ജിഗാവാട്ട് പുനരുപയോഗ ഊർജ്ജമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. 10,141.68 കോടി രൂപയുടെ ആദ്യഘട്ട പദ്ധതി ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്, കർണാടക, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷം പൂർത്തിയാകും. പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ പദ്ധതികളും പരമ്പരാഗത വൈദ്യുതോൽപാദന പദ്ധതികളും ചേർത്ത് വൈദ്യുതി വിതരണം സുഗമമാക്കാൻ 2015-16 കേന്ദ്ര സർക്കാർ പദ്ധതി ആവിഷ്കരിച്ചത്. ഒരു രാജ്യം ഒറ്റ ഗ്രിഡ് എന്ന ലക്ഷ്യത്തിൽ വൈദ്യുതി വിതരണം കാര്യക്ഷമവും ചെലവ് കുറഞ്ഞതുമാക്കാനാണ് പദ്ധതി. കാറ്റ്, സൗരോർജ്ജം തുടങ്ങിയ സ്രോതസ്സുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പുനരുപയോഗ ഊർജ്ജം ദേശീയ വൈദ്യുതി ഗ്രിഡിലേക്ക് സംയോജിപ്പിക്കാനുള്ള ദൗത്യമാണ് ഇതുവഴി വിഭാവനം ചെയ്തിരിക്കുന്നത്. 2030ഓടെ മൊത്തം വൈദ്യുതി ഉപഭോഗത്തിന്റെ 40% പാരമ്പര്യേതര വൈദ്യുതിയിലൂടെ കണ്ടെത്തുകയാണ് ഹരിത ഊർജ്ജ ഇടനാഴിയുടെ ലക്ഷ്യം. ഇതിനായി പാരമ്പര്യേതര ഊർജ്ജ ഉൽപാദനവും ട്രാൻസ്മിഷനും 20 ജിഗാവാട്ട് നേടിയെടുക്കുകയാണ് ഹരിത ഊർജ്ജ ഇടനാഴിയുടെ 2ാം ഘട്ട പദ്ധതിയുടെ ലക്ഷ്യം. 5 വർഷമാണ് ഇതിന്റെ കാലാവധി. ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾ സുഗമമാക്കുന്നതിന് ഏകദേശം 10,750 സർക്യൂട്ട് കിലോമീറ്റർ ട്രാൻസ്മിഷൻ ലൈനുകളും 27,500 മെഗാവാട്ട് ആംബിയർ സബ്സ്റ്റേഷൻ ശേഷിയും സ്ഥാപിക്കും. ഈ ഘട്ടത്തിൽ കർണാടക, കേരളം, രാജസ്ഥാൻ, തമിഴ്നാട്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ പദ്ധതിയുടെ മതിപ്പ് ചെലവ് 12,031 കോടി രൂപയാണ്. പദ്ധതി ചെലവിന്റെ 33%, ഏകദേശം 3,970.3 കോടി രൂപ കേന്ദ്ര ധനസഹായമായി നൽകും. 2ാം ഘട്ടത്തിൽ കേരളത്തെ കൂടി ഉൾപ്പെടുത്തിയതിനെ സ്വാഗതം ചെയ്യുകയാണ് KSEB നേതൃത്വം. വളരെ സന്തോഷമുണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ക്യാബിനറ്റ് ഇപ്പോൾ ഗ്രീൻ എനർജി കോറിഡോർ എന്ന് പറഞ്ഞ ഹരിത ഊർജ്ജത്തിൻ്റെ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക കോറിഡോർ സംവിധാനം, ട്രാൻസ്മിഷൻ സിസ്റ്റം, അതിൻ്റെ 2ാം ഫേസിൽ 7 സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ട് കേരളത്തെ കൂടെ ഉൾപ്പെടുത്തി ഇപ്പം പ്രോജക്റ്റ് അംഗീകരിച്ച് 12,000 കോടി രൂപയുടെ മൊത്തം പദ്ധതി ചെലവിൽ ഏതാണ്ട് 1/3, 1/3 കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിഹിതമാണ്. അതായത് 4,000 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് തരും. അങ്ങനെ ഹരിതോർജ്ജ ഉൽപാദനം മാത്രമല്ല, സുസ്ഥിര ഭാവിയെ മുന്നോട്ട് വെച്ചുകൊണ്ട് ഹരിതോർജ്ജ വിതരണ പദ്ധതിയും നമ്മുടെ നെറ്റ് സീറോ ലക്ഷ്യത്തിലേക്കുള്ള ഉറച്ച കാൽവെപ്പായി മാറുമെന്നതിൽ സംശയമില്ല. പോയ വാരം രാജ്യം വികസനത്തിന്റെ പുതിയ ചവിട്ടുപടികളാണ് കയറിയത്. ജനുവരി 10 മുതൽ 16 വരെ തീയതികളിൽ സംഘടിപ്പിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇന്നൊവേഷൻ വീക്ക് പുതുപ്രതീക്ഷകളാണ് എഴുതിച്ചേർത്തത്. ആദ്യമായാണ് രാജ്യം സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇന്നൊവേഷൻ വീക്ക് സംഘടിപ്പിച്ചത്. സ്റ്റാർട്ടപ്പുകൾ പുതിയ ഇന്ത്യയുടെ നട്ടെല്ലാണെന്നും ഇത് സുവർണ കാലഘട്ടമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ആണ് ജനുവരി 10-16 തീയതികളിൽ ആദ്യമായി സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇന്നൊവേഷൻ വീക്ക് സംഘടിപ്പിച്ചത്.
ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വർഷത്തെ ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ത്യയിലുടനീളമുള്ള സംരംഭകത്വത്തിന്റെ വ്യാപനവും ആഴവും പ്രദർശിപ്പിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തതാണ് പരിപാടി. ആഗോള ഇന്നൊവേഷൻ സൂചികയിലെ ആദ്യ 25ലേക്ക് ഇന്ത്യയെ എത്തിക്കാനുള്ള ശ്രമങ്ങൾക്കാണ് രാജ്യം വിജയത്തുടക്കമിട്ടത്. 2014-ൽ 76-ൽ നിന്ന് 2021-ൽ 46-ലേക്ക് ആഗോള ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യ ഉയർന്നതിന്റെ പ്രധാന കാരണം സ്റ്റാർട്ടപ്പുകളാണ്. നാം നമ്മുടെ സംരംഭകരെ ആഘോഷിക്കുമ്പോൾ ഭാവിയുടെ വഴികാട്ടി ഒരുക്കുന്നതിന് ഭാവിയിലേക്കുള്ള കാഴ്ചപ്പാട് വികസിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. രാജ്യത്തെ പ്രധാന സ്റ്റാർട്ടപ്പുകൾ, സംരംഭകർ, നിക്ഷേപകർ, ഇൻക്യുബേറ്ററുകൾ, ഫണ്ടിംഗ് സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, നയരൂപീകരണ നിർമ്മാതാക്കൾ, മറ്റ് ദേശീയ അന്തർദേശീയ പങ്കാളികൾ എന്നിവരെ സംരംഭകത്വം ആഘോഷിക്കുന്നതിനും നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒരുമിച്ച് കൊണ്ടുവരിക എന്നതാണ് സ്റ്റാർട്ടപ്പ് ഇന്നൊവേഷൻ ഫെസ്റ്റിവൽ പ്രധാനമായും ലക്ഷ്യമിട്ടത്. കൂടാതെ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള അറിവ് കൈമാറുന്നതിന്, സംരംഭക ആവാസ വ്യവസ്ഥയുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിന്, സ്റ്റാർട്ടപ്പ് നിക്ഷേപങ്ങൾക്കായി ആഗോള ആഭ്യന്തര മൂലധനം സമാഹരിക്കാൻ, നവീകരണത്തിനും സംരംഭകത്വത്തിനും യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുക, സ്റ്റാർട്ടപ്പുകൾക്ക് വിപണി പ്രവേശന അവസരങ്ങൾ നൽകുന്നതിന്, കൂടാതെ ഇന്ത്യയിൽ നിന്നുള്ള ഉയർന്ന നിലവാരമുള്ള ഉയർന്ന സാങ്കേതിക വിദ്യ, മിതവ്യയ നൂതന കണ്ടുപിടുത്തങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കാനും ഒക്കെയാണ് പദ്ധതി വിഭാവനം ചെയ്തത്. മുഴുവൻ സർക്കാർ സമീപനത്തോടെയും 30 വകുപ്പുകളുടെ സഹകരണത്തോടെയുമാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഈ വർഷം സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ 6 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. From 2018 to 21, more than 6 lakh jobs were created by startups. In 2021 alone, more than 2 lakh jobs. And this number is only growing by the day. രാജ്യത്തിന്റെ നാനാദിക്കിലും സ്റ്റാർട്ടപ്പ് സംസ്കാരം ബോധവൽക്കരിക്കാൻ ജനുവരി 16 ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. രാജ്യത്തെ സ്റ്റാർട്ടപ്പ് സംരംഭകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ വിപണിയിലെ മത്സരങ്ങളുടെ നിയമങ്ങൾ മാറ്റി എഴുതുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. സ്റ്റാർട്ടപ്പുകളുടെ സുവർണ കാലഘട്ടമാണ് ഇതെന്ന് പറഞ്ഞ നരേന്ദ്രമോദി പുതിയ ഇന്ത്യയുടെ നട്ടെല്ലായി സ്റ്റാർട്ടപ്പുകൾ മാറുമെന്ന് വിശ്വസിക്കുന്നതായും പറഞ്ഞു. രാജ്യത്തിന്റെ നാനാദിക്കിലും സ്റ്റാർട്ടപ്പ് സംസ്കാരം ബോധവൽക്കരിക്കാൻ ജനുവരി 16 ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചതായി അദ്ദേഹം പറഞ്ഞു. സംരംഭങ്ങളും പുത്തൻ ആശയങ്ങളും ചുവപ്പ് നാടയുടെ കുരുക്കിൽ നിന്ന് മോചിപ്പിക്കുകയും പുതിയ ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കും വിധം വ്യവസ്ഥാപിത സംവിധാനം ഒരുക്കലും യുവാക്കൾക്കും അവരുടെ സംരംഭങ്ങൾക്കും കൈത്താങ്ങാകാനുമാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ വർഷം രാജ്യത്ത് ഉയർന്നു വന്നത് 42 യൂണിക്കോണുകളാണെന്ന കാര്യവും അദ്ദേഹം പ്രസംഗത്തിനിടെ ഓർമ്മിപ്പിച്ചു. ആയിരക്കണക്കിന് കോടി രൂപ മൂല്യമുള്ള ഇത്തരം കമ്പനികളാണ് സ്വയം പര്യാപ്തമായ ആത്മവിശ്വാസമുള്ള ഇന്ത്യയുടെ മുഖമുദ്രയെന്ന പ്രശംസയും പ്രധാനമന്ത്രി നടത്തി. ഇന്ന് ഇന്ത്യ യൂണിക്കോണുകളുടെ ശതകത്തിലേക്ക് കുതിക്കുകയാണ്. ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകളുടെ സുവർണ കാലഘട്ടത്തിനാണ് ഇപ്പോൾ തുടക്കം കുറിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. യുവാക്കൾ സ്വപ്നങ്ങളെ പ്രാദേശികമായി ഒതുക്കാതെ ആഗോളതലത്തിൽ എത്തിക്കണമെന്നും അക്കാര്യം എപ്പോഴും ഓർമ്മയിൽ വയ്ക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ വർഷത്തെ ആസാദി കാ അമൃത് മഹോത്സവത്തിൽ ഈ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇന്നൊവേഷൻ വാരം സംഘടിപ്പിക്കുന്നതിന് ഏറെ പ്രാധാന്യമുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യ 100-ാം വർഷത്തിലെത്തുമ്പോൾ സ്റ്റാർട്ടപ്പുകളുടെ പങ്ക് നിർണായകമാണ്. സ്റ്റാർട്ടപ്പുകളുടെ ലോകത്ത് ഇന്ത്യയുടെ പതാക ഉയർത്തിപ്പിടിക്കുന്ന രാജ്യത്തെ എല്ലാ സ്റ്റാർട്ടപ്പുകളെയും നവീന ആശയങ്ങളുമായി എത്തുന്ന യുവാക്കളെയും അഭിനന്ദിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. आपके पास इनोवेशन की शक्ति है, आपके पास नए आइडियाज हैं, आप नौजवान ऊर्जा से भरे हुए हैं और आप बिजनेस के तौर तरीके बदल रहे हैं. Our startups are changing the rules of the game. इसलिए मैं मानता हूं startups are going to be the backbone of new India. നവീന ആശയങ്ങളുടെ സൂചികകളുടെ വലിയ വളർച്ചയെക്കുറിച്ച് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടുമ്പോൾ അത് ഭാരതത്തിന്റെ മുന്നേറ്റത്തെയാണ് കാണിക്കുന്നത്. 2013-14 വർഷങ്ങളിൽ 4000 പേറ്റന്റുകളാണ് അംഗീകരിച്ചത്. കഴിഞ്ഞ വർഷം 28,000-ലധികം പേറ്റന്റുകൾ അനുവദിച്ചു. 2013-14 വർഷത്തിൽ ഏകദേശം 70,000 ട്രേഡ് മാർക്കുകൾ രജിസ്റ്റർ ചെയ്തപ്പോൾ 2020-21
2.5 ലക്ഷത്തിലധികം ട്രേഡ് മാർക്കുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2013-14 വർഷത്തിൽ 4000 പകർപ്പ് അവകാശങ്ങൾ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. കഴിഞ്ഞ വർഷം അവയുടെ എണ്ണം 16,000 കവിഞ്ഞു. നവീന ആശയങ്ങൾക്കായുള്ള ഇന്ത്യയുടെ പ്രചാരണം ആഗോള ഇന്നൊവേഷൻ സൂചികയിൽ ഇന്ത്യയുടെ റാങ്കിംഗ് മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, 81ാം സ്ഥാനത്തായിരുന്ന ഇന്ത്യ ഇപ്പോൾ സൂചികയിൽ 46ാം സ്ഥാനത്താണ്. ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകൾ 55 വ്യത്യസ്ത വ്യവസായങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല, 5 വർഷം മുൻപ് 500-ന് താഴെയുണ്ടായിരുന്ന സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം ഇന്ന് 60,000-ലേറെയായി വർദ്ധിച്ചിട്ടുണ്ട്. ഏതായാലും നമ്മുടെ സ്റ്റാർട്ടപ്പുകൾ COVID-19 പ്രതിസന്ധികളെ അവസരമാക്കി മാറ്റുകയും 2021-നെ യൂണിക്കോണുകളുടെ വർഷമാക്കി മാറ്റുകയും ചെയ്തു. ഇന്ന് ഇന്ത്യയിൽ ഓരോ മണിക്കൂറിലും 4 സ്റ്റാർട്ടപ്പുകൾ അംഗീകരിക്കപ്പെടുന്നുവെന്നും 46% സ്റ്റാർട്ടപ്പുകളും വനിതാ സംരംഭകരാണ് എന്നതും എടുത്തു പറയണം. ഇതോടെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്വാശ്രയത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പ്രതീകമായി മാറിയിരിക്കുകയാണ്. 2016 ജനുവരി 16-ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി സ്റ്റാർട്ടപ്പ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചത് ഇന്ത്യയിൽ ഉടനീളമുള്ള സംരംഭകത്വത്തെ അക്ഷരാർത്ഥത്തിൽ ഉണർത്തി. അമൃത ഭാരതത്തിന്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.